രേഖപ്പെടുത്തി യോഹന്നാൻ കാണുന്ന മനോഹരമായൊരു ദർശനമാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവിന്റെ മടങ്ങുവരവിൽ രണ്ട് സംഭവങ്ങൾ നടക്കുന്നു. ഒന്ന്, വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടുന്നു. രണ്ട്, മരിച്ചുപോയ വിശുദ്ധന്മാർ അവരുടെ ശരീരങ്ങൾ പുനരുത്ഥാനം ചെയ്യുന്നു. ഇവിടെ രണ്ട് നിരയിലുള്ള പുനരുത്ഥാനങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുകയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും നിത്യ നിന്ദയ്ക്കുമായും ഉണർന്നു വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, കല്ലറകളിലുള്ളവർ ശബ്ദം കേട്ട് എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അടുത്തത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം അധ്യായം വായിക്കുമ്പോൾ, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം എന്ന് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, രണ്ട് നിരയിലുള്ള പുനരുത്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നന്മ ചെയ്തവരുടെയും നീതിമാന്മാരുടെയും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവരുടെയും ജീവൻ ഏൽപ്പിച്ചു കൊടുത്തവരെയും ഉള്ള ആ പുനരുത്ഥാനമാണ്. അവർ ഭാഗ്യവാന്മാരാണ് എന്ന് ദൈവവചനം പറയുകയാണ്. ഇത് ഒന്നാം പുനരുത്ഥാനം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്.